നമസ്കാരം. ഈ ഇൻവോയ്സിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇലക്ട്രോണിക് ഇൻവോയ്സിങ് ഒരു ടാക്സ് പേയർക്ക് എപ്പോൾ തുടങ്ങണം? ഓൾ ഇന്ത്യ ബേസിലാണ് ഈ അഗ്രിഗേറ്റ് ടേൺ ഓവർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാൻ ഇന്ത്യ ബേസിൽ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് പല സ്റ്റേറ്റുകളിൽ ബിസിനസ് ഉണ്ടെങ്കിലും ഈ ഇൻവോയ്സിങ്ങിൻ്റെ ടേൺ ഓവർ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ എല്ലാ സ്റ്റേറ്റിലെയും ടേൺ ഓവർ കൂടി ചേർത്ത് വേണം നമ്മൾ വായിക്കുവാൻ. നിലവിൽ അത് 5 കോടി രൂപയാണ്. ഒരു സാമ്പത്തിക വർഷം ഒരു ബിസിനസ്സുകാരന് അഗ്രിഗേറ്റ് ടേൺ ഓവർ 5 കോടിയിലധികം വന്നാൽ നിർബന്ധമായും അദ്ദേഹം ഈ ഇൻവോയ്സിലോട്ട് മൈഗ്രേറ്റ് ചെയ്യണം. ഈ ഇൻവോയ്സ് വഴി ബിസിനസ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം IRN കാര്യങ്ങളും എടുത്ത് വേണം ബില്ലിങ് സ്റ്റാർട്ട് ചെയ്യുവാൻ. മാത്രമല്ല, ഈ ഇൻവോയ്സ് ഉള്ള ഒരു വ്യക്തി ബിസിനസ് ചെയ്യുമ്പോൾ ഇത് GST നിയമത്തിലെ റൂള് 48(4) പ്രകാരമാണ് ഇത് ബാധകമാകുന്നത്. അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുകാർ ശ്രദ്ധിക്കേണ്ടത് ഏത് സമയത്താണോ ഈ 5 കോടി കഴിയുന്നത് ആ സമയം തുടങ്ങി നമ്മൾ ഈ ഇൻവോയ്സിലോട്ട് മൈഗ്രേറ്റ് ചെയ്യണം. മാത്രമല്ല, നമ്മുടെ പർച്ചേസർ സപ്ലയർക്ക് ഈ ഇൻവോയ്സിൻ്റെ ബാധ്യത വന്നതാണെങ്കിൽ എന്നിട്ടും മാനുവൽ രീതിയിലുള്ള ഇൻവോയ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ഡീലർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭ്യമല്ല അല്ലെങ്കിൽ ലഭിക്കില്ല എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ചില സിറ്റുവേഷനിൽ ഈ അഗ്രിഗേറ്റ് ടേൺ ഓവർ നോക്കുമ്പോൾ ഏത് വർഷമാണെന്നുള്ളതും വളരെ ശ്രദ്ധിക്കുക. കാരണം GST നിയമം നിലവിൽ വന്നത് 2017-18 തുടങ്ങിയാണ്. ഇപ്പോൾ വർഷം 2024 തീരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ടാക്സിബിൾ ടേൺ ഓവറും എക്സ്പോർട്ട് ടേൺ ഓവറും നോൺ ടാക്സിബിളും എല്ലാം കൂടി ചേർത്ത് വായിക്കും. അതിനെയാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഒരു സാമ്പത്തിക വർഷം 5 ലക്ഷം രൂപയിൽ കൂടുതൽ എക്സീഡ് ചെയ്താൽ നിർബന്ധമായും നമ്മൾ ഈ ഇൻവോയ്സിലോട്ട് മൈഗ്രേറ്റ് ചെയ്യണം. പല ടാക്സ് പേയേഴ്സിനും ഒരു കൺഫ്യൂഷൻ ഉള്ളത്, എൻ്റെ പ്രീവിയസ് ഇയറിൽ ടേൺ ഓവർ 3 കോടിയേ ഉള്ളൂ, അല്ലെങ്കിൽ ടേൺ ഓവർ ആയിട്ടില്ല, ഒരു വർഷം 5 കോടി കഴിഞ്ഞു, പിന്നത്തെ വർഷം 5 കോടി താഴെയാണ്. ഈ കൺഫ്യൂഷൻസ് എല്ലാം ഇപ്പോൾ ക്ലാരിഫൈ ചെയ്തിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് GST നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് എനി വൺ ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഓരോ വർഷവും നമ്മുടെ ടേൺ ഓവർ എത്രയാണെന്നുള്ളത് നമ്മുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റുകൾ വ്യക്തമായിട്ട് എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്ത് വെക്കണം. 5 കോടി കഴിഞ്ഞതിന് ശേഷവും സാധാരണ രീതിയിലുള്ള ബില്ലിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തമാണ് ഞാൻ പറഞ്ഞത്. പർച്ചേസ് ചെയ്യുന്ന ഡീലർക്ക് അതിൻ്റെ ഇൻപുട്ട് ലഭ്യമാകുകയില്ല. അവർ ഇൻപുട്ട് എടുത്താൽ കൂടി അത് റിവേഴ്സ് ചെയ്യണം. ഒപ്പം തന്നെ അതിന് പലിശയും ബാധകമാകും. പല സിറ്റുവേഷനും ഇത് മനസ്സിലാക്കാതെ ബിസിനസ് ചെയ്താൽ വലിയൊരു നഷ്ടത്തിലോട്ട് നമ്മൾ എത്തിച്ചേരുമെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ഓൾ ഇന്ത്യ ബേസിലുള്ള ടേൺ ഓവർ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ഇൻവോയ്സിൻ്റെ സീലിംഗ് ആയ 5 കോടി നിങ്ങൾ മനസ്സിലാക്കുവാനും. താങ്ക് യു.